മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മൾ ഇന്നലെ സൺഡേ പോഡ്കാസ്റ്റിൽ പറഞ്ഞ രീതിയിലുള്ള സെന്റിമെന്റ് അല്ല ഇന്ന് മോർണിംഗിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പ്രൈം മിനിസ്റ്ററുടെ റിക്വസ്റ്റ് ആണ്. പ്രൈം മിനിസ്റ്റർ ജനങ്ങളോട് റിക്വസ്റ്റ് നടത്തിയിട്ടുള്ളത് കെമിക്കൽ ഫെർട്ടിലൈസർ യൂസേജ് കുറയ്ക്കണം, അതുപോലെ തന്നെ EVകളെയും അതുപോലെ തന്നെ ട്രെയിൻ സർവീസസിനെയും പബ്ലിക് ട്രാൻസ്പോർട്ടിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യണം ട്രാവലിന് വേണ്ടിയിട്ട്. വിദേശ യാത്രകൾ, അനാവശ്യമായിട്ടുള്ള വിദേശ യാത്രകൾ ഒഴിവാക്കണം. ഒപ്പം പെട്രോൾ ഡീസൽ യൂസേജ് കൺട്രോൾ ചെയ്യണം. ഗോൾഡ് ഒരു വർഷത്തേക്ക് വാങ്ങുന്നത് കൺട്രോൾ ചെയ്യണം. ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പ്രൈം മിനിസ്റ്റർ നടത്തിയിരുന്നു. ഇത് തീർച്ചയായിട്ടും മാർക്കറ്റ് സെന്റിമെന്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് മോർണിംഗിൽ നമ്മൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഗവൺമെന്റ് പെട്രോൾ ഡീസൽ പ്രൈസസ് ഒക്കെ കൂട്ടാനായിട്ട് സാധ്യതകളുണ്ട്. നമ്മുടെ ഇമ്പോർട്ട് ബില്ല് നോക്കുകയാണെങ്കിൽ 2025-26 ധനകാര്യ വർഷത്തെ $775 ബില്യൺ നമ്മൾ ടോട്ടൽ ഇമ്പോർട്ട്സ് നടത്തിയിട്ടുള്ളത്. അതിൽ 31.3% ഈ ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, വെജിറ്റബിൾ ഓയിൽസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെജിറ്റബിൾ ഓയിൽസിൻ്റെയും കൂടി യൂസേജ് കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇമ്പോർട്ട്സ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ഇത്തരത്തിലുള്ള കൺസംഷനൊക്കെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ടഫ് മെഷേഴ്സ് എടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അനൗൺസ്മെന്റ് മാത്രമായിട്ടാണ് മാർക്കറ്റ് ഇതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു സെന്റിമെന്റ് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് സെന്റിമെന്റിൽ ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം ഗോൾഡിന്റെ കാര്യത്തിലും ഇന്റർനാഷണൽ ലെവലിലുണ്ടായിരുന്ന സെന്റിമെന്റിനെ ഇത് ചെറുതായിട്ട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡും ഇന്ന് വീക്കായിട്ട് ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സെറ്റിൽമെന്റ് എവിടെ എത്തിയിട്ടില്ല. അമേരിക്ക വീണ്ടും ഇറാന്റെ പ്രപ്പോസൽസ് റിജക്ട് ചെയ്തിരിക്കുകയാണ്. അതിനനുസരിച്ച് ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റിന് ശേഷം ഉണ്ടായിട്ടുള്ള മാർക്കറ്റ് സെന്റിമെന്റ്, അതുപോലെ തന്നെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഇഷ്യൂ സെറ്റിൽമെന്റ് ആവാതെ കണ്ടിന്യൂ ചെയ്യുന്നു. ബ്രണ്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് മുന്നോട്ട് നീങ്ങുന്നു. ഇത്തരത്തിലുള്ള ഇവന്റുകളാണ് ഇന്ന് മാർക്കറ്റ് സെന്റിമെന്റിനെ വീണ്ടും ബാധിക്കാൻ പോകുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്ന് വീണ്ടും വീക്കാവാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു നെഗറ്റീവ് സെന്റിമെന്റിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതേസമയം ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഇൻഡെക്സുകളെല്ലാം തന്നെ മോർണിംഗിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. സൗത്ത് കൊറിയൻ മാർക്കറ്റ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ജാപ്പനീസ് മാർക്കറ്റിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഒപ്പം ചൈനീസ് മാർക്കറ്റിൽ ഒരു മിക്സഡ് സെന്റിമെന്റ് ആണ്. 14-year ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് മോർണിംഗിലൊക്കെ പല ഇൻഡെക്സുകളും ഓപ്പൺ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ രാവിലെ 7:30 നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെന്റിമെന്റ് ആണ് ചൈനീസ് മാർക്കറ്റിലുള്ളത്. ഒപ്പം നമ്മൾ ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കാണ്. $4,688 പെർ ഔൺസിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേ സമയം സിൽവർ എന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് റോസ് എല്ലാം തന്നെ വീണ്ടും സിൽവറിൽ ഒരു പക്ഷേ വലിയ മുന്നേറ്റത്തിന് കാരണമാക്കാനുള്ള സാധ്യതകളുണ്ട്. ഏപ്രിൽ മാസത്തിൽ ചൈനയിൽ, അതുപോലെ തന്നെ സാംസങ് പോലുള്ള കമ്പനികളൊക്കെ പുറത്തുവിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് EV ബാറ്ററീസിലൊക്കെ സിൽവറിന്റെ ഉപയോഗം അറൗണ്ട് 10 times കൂടുതലായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ സ്പേസ് എക്സ് പോലുള്ള പ്രൊജക്റ്റുകളിൽ, ഒപ്പം മറ്റ് ഓട്ടോണമസ് വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കുന്ന പല ബാറ്ററികളിലും സിൽവറിന്റെ കണ്ടന്റ് വളരെയധികം ആവശ്യമാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ളൊരു ഡിസ്കൗണ്ടിങ് ഒന്നും തന്നെ സിൽവർ പ്രൈസിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ സിൽവറിന്റെ ഷോർട്ട് സപ്ലൈ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും സിൽവർ പ്രൈസിൽ വീണ്ടും ഒരു ഡിപ്പ് ബൈങ്ങും, അതുപോലെ തന്നെ ഒരു പക്ഷേ ഗോൾഡിനേക്കാളും ഫാസ്റ്റായിട്ട് മുന്നേറാനുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സിൽവറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയയിൽ വീണ്ടും ഫ്ലാഷ് മെമ്മറി, അതുപോലെ തന്നെ റാൻഡം ആക്സസ് മെമ്മറി ഒക്കെ ഉണ്ടാക്കുന്ന SK ഹൈനിക്സ്, സാംസങ് ഇലക്ട്രോണിക്സ്, ഈ സ്റ്റോക്കുകൾ ഇന്ന് വീണ്ടും 10-11% ബെറ്റർ ആയിട്ട്
റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിലെ ഇത്തരത്തിലുള്ള എല്ലാ സ്റ്റോക്കുകളും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് വീണ്ടും ഒരു നെഗറ്റീവ് സെന്റിമെന്റോട് കൂടിയുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അതിനുശേഷം മാർക്കറ്റിൽ ഒരു പക്ഷേ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും ഒരു കോഷൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ് മാർക്കറ്റിൽ. ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ വർധനവിനനുസരിച്ച് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ പ്രൈസൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വീണ്ടും ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ക്രിയേറ്റ് ചെയ്തേക്കാം. റുപ്പിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ അത് വീണ്ടും ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ക്രിയേറ്റ് ചെയ്തേക്കാം. റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. അതേസമയം അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. ഒപ്പം എക്കണോമിക് ഡാറ്റകളും ബെറ്റർ ആയിരുന്നു. ഒപ്പം ഇന്ത്യയിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള Q4 റിസൾട്ടുകളുടെ ആനുവൽ റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് മെജോറിറ്റി റിസൾട്ടുകളും വരുന്നത്. അതിനനുസരിച്ചുള്ളൊരു ഇമ്പാക്റ്റ് ഒക്കെ അതാത് സ്റ്റോക്ക് പ്രൈസിലൊക്കെ കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പുറത്തിട്ടുള്ള Q4 റിസൾട്ടുകൾ ആനുവൽ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ MCS, ടൈറ്റൻ, കല്യാൺ, ടാറ്റ കൺസ്യൂമർ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് Q4 ആനുവൽ റിസൾട്ടുകൾ പുറത്തു വിട്ടിരിക്കുന്നത്. ഈ ആഴ്ചയിൽ അറൗണ്ട് 500 കമ്പനികളുടെ റിസൾട്ടുകൾ കൂടി പുറത്തു വരാനുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ CMS ഇൻഫോസിസ് 400 കോടി രൂപ ഓർഡർ ബാഗ് എത്തിയിട്ടുണ്ട് HDFC ബാങ്കിൽ നിന്ന്. അതുപോലെ തന്നെ വാരി എനർജീസ് ഓൾറെഡി US അവർക്ക് സോളാർ പാനൽസ് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്. അവർ US ഒരു സോളാർ സെൽ മാനുഫാക്ചറിങ് യൂണിറ്റ് അക്വയർ ചെയ്യാൻ പോവാണ്. പുതുതായിട്ട് കപ്പാസിറ്റി ആഡ് ചെയ്യാൻ പോവാണ്. പോസിറ്റീവ് ന്യൂസ് ആണ്. NTPC ഗവൺമെന്റ് ഫസ്റ്റ് ന്യൂക്ലിയർ പ്രൊജക്ടിന്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. ലോങ് റണ്ണിൽ NTPCയുടെ ന്യൂക്ലിയർ പവർ പ്രൊജക്ടുകളെ കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷനാണ്. വലിയ രീതിയിലുള്ള സ്പെൻഡിങ് ആണ് അവർ ന്യൂക്ലിയർ പവർ പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് പൊതുവെ നൽകാൻ പോകുന്നത് NTPCക്ക് ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ. വെസ്റ്റ് ബംഗാളിൽ ധാരാളം റെയിൽവേ പ്രൊജക്റ്റുകളെല്ലാം തന്നെ തടസ്സപ്പെട്ട് കിടന്നിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഗവൺമെന്റ്. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൻസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ടെക്സ്മാക്കോ റെയിൽ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പൊതുവെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള എല്ലാ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചും പുതിയ ഗവൺമെന്റ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പെർഫോമൻസ് ഈ സ്റ്റേറ്റിൽ നിന്നുള്ള കമ്പനികളുടെ നോക്കുകയാണെങ്കിൽ വളരെ മോശമായിരുന്നു. അടുത്ത വർഷങ്ങളിൽ ഈ സ്റ്റേറ്റിൽ നിന്നുള്ള കമ്പനികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി UK നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് വോഡാഫോൺ ഐഡിയനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വോഡാഫോൺ ഐഡിയയുടെ പാരന്റ് UK ഫണ്ട് റേസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സബ്സിഡറിയിൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. തീർച്ചയായിട്ടും വോഡാഫോൺ ഐഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം വോഡാഫോൺ ഐഡിയ പാരന്റിന്റെ ഈ മൂവ് വോഡാഫോൺ ഐഡിയനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കോഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൺഡേ പോഡ്കാസ്റ്റിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു സെന്റിമെന്റ് ഒരു പക്ഷേ ഈ ആഴ്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മുടെ ലോങ് ടൈം വ്യൂ പോസിറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന ടഫ് മെഷേഴ്സ് ഒരു പക്ഷേ സെന്റിമെന്റിനെ ചെറുതായിട്ടൊക്കെ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിന്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമന്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.